ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ എന്നത്തെയും പോലെ ഒന്നും രാവിലെ വന്ന അടുപ്പൊക്കെ കത്തിച്ച് ഇതാ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മക്കൾക്ക് സ്കൂളുണ്ട്, അപ്പോൾ റിച്ചുമോന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അത് ആദ്യം അരി അടുപ്പത്തിട്ടാൽ പിന്നെ അത് അവിടെ കടന്നിട്ട് വേവുമല്ലോ. അപ്പോൾ വെള്ളം വെച്ചിക്കണ്, വെള്ളം ചൂടാവട്ടെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു പണിയുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കട തുറക്കലില്ല, മഴ ആയതുകൊണ്ട്. ജ്യൂസിന് മഴയാകുമ്പം പിന്നെ വെള്ളപ്പരിപാടിയല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ കച്ചവടമൊന്നും അല്ലാതെ ഇല്ലേ ഇനി. അപ്പോൾ കട തുറക്കലില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കി ചായയും എണ്ണക്കടികളൊക്കെ കൊണ്ടുപോയി വിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി തരേണ്ടി പറഞ്ഞിനി ബാബുവിനോട്. ഒന്ന് നിങ്ങൾ അത് കൊണ്ടുപോയി നോക്കൊണ്ടിന്ന് പറഞ്ഞിനി കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പഴംപൊരിക്കുള്ള മാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് മൈദയും പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് മാവ് കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ എൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് മാവ് ഒന്ന് എന്താ നമ്മളെ പഴംപൊരിയൊക്കെ സോഫ്റ്റായി കിട്ടുകയും ചെയ്തോളും. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് തോനെ നേരമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും ഒരു മണിക്കൂറെങ്കിലൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പം ഇതാ ഞാനിൻ്റെ പഴംപൊരിൻ്റെ മാവിൻ്റെ റെസിപ്പി നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇടാം കേട്ടോ. ഇതിൽ ഒക്കെ കൂടെ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും. അപ്പോൾ മാവൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു സീക്രട്ട്. അപ്പം നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഞാൻ സീക്രട്ടൊക്കെ വെളിപ്പെടുത്തുന്ന ആൾ തന്നെയാണ്. അങ്ങനെ വല്ലാതെ ഒളിച്ചു വെക്കണ അങ്ങനത്തെ സ്വഭാവമൊന്നും എൻ്റെ അടുത്തില്ല. ഞാൻ ഒക്കെ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞു തരുന്നതന്നെയാണ്. അതേപോലെ പഴംപൊരിൻ്റെ മാവും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ സെക്കൻഡ് ചാനലിൽ ഇടാം. അപ്പോൾ താല്പര്യമുള്ളവർ ആവുമെന്ന് കണ്ടു നോക്കോണ്ടി. അപ്പോൾ അരി കഴുകിയിട്ടുണ്ട്. അരി കഴുകിയാണ്ട് അരി ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഐഫ് കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം ഇതെന്നാണ് എടുത്ത് വെച്ചിട്ടോ. വെള്ളം നല്ലോണം കുറച്ചേരം ഇരിക്കുന്ന വെള്ളം ഇങ്ങനെ വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ പഴംപൊരിൻ്റെ മാവൊക്കെ ഉണ്ടാക്കണി അതിൻ്റെ അടിയിൽ കേട്ടോ. അപ്പം വെള്ളം തിളച്ചു പോയി. അപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇനി ദോശയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്കുള്ള ചട്നിയാണ് ഇനി ഞാൻ ഉണ്ടാക്കുന്നത്. ഇതും നല്ല ടേസ്റ്റുള്ള ചട്നിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് 2 പച്ചമുളക്, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ആ പച്ചച്ചോവ അല്ലാതെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാ എരിവിനനുസരിച്ചിട്ട് എടുക്കുക പച്ചമുളക്. ഞാൻ 2 പച്ചമുളകാണ് എടുത്തത്. അപ്പോൾ അത് ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് വഴറ്റി കൊടുത്തു. ഇനി ആ എണ്ണ കളയണ്ട, ആ എണ്ണയിൽ തന്നെ നമുക്കിത് വറവിട്ടെടുക്കാം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ അതവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ ജാർക്ക് ഇട്ട് കൊടുക്കാൻ. നല്ല തിളച്ച എണ്ണയിൽ നിർത്താണ്ട് ജാർക്ക് ഇടരുത്. അങ്ങനെ അത് ജാർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതാ കുറച്ച് തേങ്ങ ചെരുവിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു അരമുറി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവൻ എടുത്തിട്ടില്ല, കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ 1 അല്ലി മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 സ്പൂൺ പൊട്ടുകടല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ പൊട്ടുകടലയും ചേർത്ത് കൊടുത്തു. ഇനി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലോല് മല്ലിയില ചേർക്കണമെങ്കിൽ മല്ലിയിലയും ചേർക്കട്ടോ. അപ്പോൾ നല്ല പച്ച കളറുള്ള ചട്നി കിട്ടും. അപ്പോൾ ഇവിടെ മല്ലിയില ഇട്ടാൽ പറ്റൂല, എൻ്റെ റിച്ചുവിന് പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അരപ്പ് ഇതാ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജാറിൽ കുറച്ച് അരപ്പുണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് ചുഴറ്റിയിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി ഇതാ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ വറ്റൽമുളക് കൂട്ട് അതുപോലെ ഇതിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേഗം അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടുള്ള വെളിച്ചെണ്ണയിൽ കടന്നിട്ട് കുക്കാവും ആ തേങ്ങയൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചട്നി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ലേ, ഇനി അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് വേണമെങ്കിൽ ആ സമയത്ത് തന്നെ ചേർക്കുക കേട്ടോ. ഞാൻ ആ നേരത്ത് മറന്നുപോയി. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടതാ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. ദോശ എല്ലാവർക്കും നല്ല ചൂടോടെ കഴിക്കണതാട്ടോ ഇഷ്ടം. അപ്പോൾ ലാസ്റ്റ് ദോശ ആക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. അപ്പോൾ അതാട്ടോ ദോശമാവ് തലേ ദിവസം നമ്മൾ റെഡിയാക്കി വെച്ചത്. നമ്മൾ സാധാരണ ഉഴുന്ന് ദോശ അല്ലേ, അത് തന്നെയാണ് കേട്ടോ. പിന്നെ മാവുക്ക് ഉപ്പ് ഇട്ടിട്ടില്ലേ, ഇനി അങ്ങനെ ഉപ്പൊക്കെ ഇട്ടാണ്ട് മാവും ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ റാഗി ദോശയായിട്ട് ഉണ്ടാക്കുന്നത്, അതും ഇതിൻ്റെ അടിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇൻ്റെത് ഞാൻ തലേ ദിവസം ഒന്നും അരച്ചിട്ടില്ല, ഇനി അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാനും എന്താ എൻ്റെ ദോശയ്ക്കും കുറച്ച് അരിയും റാഗിപ്പൊടി അല്ല റാഗി എന്താ മുത്താറി എന്നൊക്കെ പറയില്ലേ അത് കേട്ടോ.
ചൊളാണ്ടി നമ്മളവിടെ അങ്ങനെ പറയാം. അപ്പോൾ അതും വെള്ളത്തിലിട്ട് വെച്ചതേന്. അപ്പോൾ അത് രാവിലെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങയൊക്കെ കൂട്ടിയാണ്ട് അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോറ് വെന്തിട്ടോ, ചോറ് വെന്ത് ഞാൻ ഊറ്റി വെച്ച്. ചോറ് റേഷൻ കടീത്തെ അരി ആയതുകൊണ്ടേ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ചോറ് ഊറ്റി വെച്ചിട്ട് പിന്നെ അടുപ്പിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശച്ചട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പം എണ്ണയൊക്കെ തടവി കൊടുത്താണ്ട് ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. ഈ ചട്ടിയിലും അതേപോലെ എനിക്ക് ദോശ ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല വലിയ ദോശ ഉണ്ടാക്കാനും പറ്റും. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. ചട്ടിക്ക് ചൂടാറാൻ പാടില്ല കേട്ടോ, ചൂട് ഒരു പാകത്തിനേ പറ്റുള്ളൂ. അപ്പോൾ തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനിയിപ്പോൾ ഗ്യാസുമ്മലാണെങ്കിലും ഇത് ഗ്യാസുമ്മ വെക്കണ വിറകടുപ്പിൽ വെക്കണതാണ് എനിക്കിഷ്ടം. ഗ്യാസുമ്മലാകുമ്പം അതിൻ്റെ ആ ഒരു നടുക്ക് മാത്രമേ നല്ലോണം ഇങ്ങോട്ട് തീ കിട്ടുള്ളൂ. അപ്പോൾ വക്കത്തേക്കൊന്നും വലിയ ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വിറകടുപ്പിലാകുമ്പോൾ പിന്നെ വലിയ ദോശ തന്നെ ഉണ്ടാക്കാം. അടുപ്പിൽ നല്ലോണം കനലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലോണം തീ കത്തുണ്ട് കേട്ടോ. അപ്പം പിന്നെ തീ കുറച്ച് കൊടുക്കും. വിറക് കൊള്ളി അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഒരു കൊള്ളി വിറകുമ്മല അങ്ങനെ ചുട്ടെടുക്കും. അങ്ങനെ ദോശ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ റിച്ചുമോന് സ്കൂൾക്ക് ചോറിന് കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളി ഉപ്പേരി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഞാൻ സ്ലൈസർ ഇട്ടുകൊണ്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സ്ലൈസർ ഉണ്ടായപ്പോൾ സുഖമാണ്, എളുപ്പമുണ്ട് ഉള്ളി അരിയാനൊക്കെ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചാൽ സവാള ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എളുപ്പമാണ് കേട്ടോ, അതൊക്കെ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളൊക്കെ സ്കൂൾക്കൊക്കെ പോയി നിന്ന് ഇതൊക്കെ തന്നെയാണ് അധികം അമ്മമാരുണ്ടാക്കി തരിക. പിന്നെ ഇത് ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഒന്നും ഇപ്പോൾ രാവിലെ നമുക്ക് അങ്ങനെ തൊലി കളയാനൊന്നും ടൈം ഉണ്ടാവില്ലല്ലോ. സവാള ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്ലൈസറോ ചോപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അധികം സമയവും വേണ്ട. പിന്നെ എൻ്റെ ചോപ്പർ എവിടെയെന്ന് ചോദിച്ച് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. ആരോ ചോദിച്ചിനി ചോപ്പർ ഞാൻ ഉപയോഗിക്കാതെ നിന്നപ്പോൾ അത് തുരുമ്പ വന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യണതാണ്. അപ്പോൾ അത് അമരുന്നില്ല. ഇപ്പോൾ ഞാൻ സ്ലൈസർ തന്നെ കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തു. കാശ്മീരി മുളക് പൊടി ഇട്ടത്, മഞ്ഞൾ കുറച്ച് കൂടി പോയോ ഒരു ഡൗട്ട് കേട്ടോ. കുറച്ചേ ഞാൻ ഇട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു കട്ട അങ്ങോട്ട് കൊഞ്ഞാടി. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് എരിവിന് ചേർത്തത്. പിന്നെ തേങ്ങ ചിരവിയതൊന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ അതൊക്കെ കൂടെ ഇട്ട് വഴറ്റിയെടുത്ത് ഉപ്പൊക്കെ നോക്കി. അപ്പോൾ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ. അങ്ങനെ ഉപ്പേരിയായി. പിന്നെ ആ ചട്ടി തന്നെ മുട്ടയും പൊരിച്ചെടുക്കാൻ വിചാരിച്ച് അത് ആ ചട്ടിയിൽ നിന്ന് മാറ്റി വീണ്ടും ആ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. അതിലിതാ മുട്ട പൊരിക്കാനും വെച്ചിട്ടുണ്ട്. പാത്രം വേറെ ലൈറ്റല്ല കേട്ടോ, പാത്രം മോറാൻ മടിച്ചിട്ടാണ്. ഒക്കെ കൂടെ അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാൽ എൻ്റെ കുക്കിങ് അല്ലെങ്കിൽ തന്നെ വീഡിയോ എടുക്കുമ്പം കുറേ പാത്രങ്ങളുണ്ടാവും കഴുകാൻ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാനിങ്ങനെ ഒക്കെ കഴുകി വെക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ വിചാരിച്ചാൽ കുറക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ എൻ്റെ ദോശമാവ് ഇതാണ് കേട്ടോ. ഇത് വല്ലാതെ പൊങ്ങി വന്നിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോൾ രാവിലെയാണ് മാവ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പണിയെടുക്കുമ്പം ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണ്ടല്ലോ ദോശ ആകുമ്പം. അങ്ങനെ ദോശ ചുടൽ കഴിഞ്ഞു. പിന്നെ എൻ്റെ ദോശ കേട്ടോ ഇനി ഉണ്ടാക്കണത്. അപ്പോൾ ഇതിൽ കുറച്ച് അരി ഉണ്ട് കേട്ടോ. ഞാൻ പച്ചരിയും അതേപോലെ റാഗി രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് വെള്ളത്തിലിട്ടിനത്. പിന്നെ കുറച്ച് ഉഴുന്നും പിന്നെ കുറച്ച് ചെറുപയറും അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ മാവ് ഉണ്ടാക്കൽ. പിന്നെ ഒരു പിടി തേങ്ങയും ചിരകിയിട്ട് കൊടുത്തിന് കേട്ടോ. അപ്പം ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടേ അതിനിട്ടതാണ്. അപ്പം 4 ദോശക്കുള്ളതേ മാവ് ഉണ്ടാവുള്ളൂ. 2 ദോശ രാവിലെയും കഴിക്കും, 2 ദോശ രാത്രിക്കൊക്കെ ഉള്ളതാട്ടോ. ആ മാവ് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. കുറേ മാവ് ഉണ്ടാക്കി വെക്കലില്ല. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ചെറിയൊരു പുളിപ്പ് വരും. എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ ആ ഒരു പുളി ഉണ്ടാവുന്നത്. പിന്നെ എന്നാൽ ഈ ഒരു ഇങ്ങനെ റാഗി കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ ഇവിടെ ആരും കഴിക്കൂല, ഞാൻ തന്നെ കഴിക്കുള്ളൂ. ഞാൻ തന്നെ എനിക്കിപ്പോൾ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്ത് അങ്ങനെ പോണതുകൊണ്ട് ഉണ്ടാക്കണതാട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏതായാലും ഷുഗറൊക്കെ നോർമലായിട്ടും ഉണ്ട്. അപ്പോൾ പിന്നെ അതങ്ങനെ ഫോളോ ചെയ്ത് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ദോശയും ചുട്ടിട്ടുണ്ട്. പിന്നെ റിച്ചുമോനുള്ള ചോറും പാത്രത്തിലാക്കി. അപ്പോൾ ചോറ് നല്ല ചൂടുള്ള ചോറ് വട്ടപാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഉള്ളിപ്പേരി അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടും ചോറ്. അപ്പോൾ മടിയാണ് വാങ്ങൂല. അപ്പോൾ പിന്നെ എന്താ കാട്ടുക, നമ്മൾ കൊടുത്തയക്കല്ലേ നല്ലത്. അപ്പോൾ ഇത് കൊടുത്തയക്കുമ്പോൾ എൻ്റെ അമ്മച്ചി ഇപ്പം കെതിട്ട് ഉണ്ടാക്കി തന്നല്ലേ വിചാരിച്ചാണ് അങ്ങനെ തിന്നോളും. അപ്പോൾ മുട്ട പൊരിച്ചതും ഒക്കെ അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെയാണ് ഓൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കൂട്ടാൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതും ആയൊക്കെ അടച്ച് വെച്ച് ഒക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഓൻ ചായ അടിച്ച് പോകുമ്പം അതും കൊണ്ടാണ് പോയിക്കോളും.
പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് വയറിൻ്റെ ഉള്ളിൽ കൂടെ ഭയങ്കര കളിച്ചിട്ടോ എന്താ വിശക്കുണ്ട്, ഭയങ്കര വിശപ്പ്. ഇപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞാൽ നീച്ച് വന്നാലപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിനി. ഇപ്പോൾ അങ്ങനെ ചായ ഒന്നും കുടിക്കലും ഇല്ല. അപ്പോൾ എന്തായാലും ഇനി ചായ കുടിക്കാൻ വിചാരിച്ച് എന്താട്ടോ നമ്മളെ റാഗി ദോശയും അതേപോലെ ചായ എടുത്തിട്ടുണ്ട്. ചായ കുറച്ച് മധുരം ഇട്ടാണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ചട്നി സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ചട്നി. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കോണ്ടി കേട്ടോ. അതുപോലെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കോണ്ടി, ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ ആവും. അപ്പോൾ അങ്ങനെ ഞാനും എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. പിന്നെ ബാബു ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇപ്പോൾ ബാബുവിനും എന്താ ദോശ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചട്നി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ മീൻതലക്കറിയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ എടുത്തിട്ടുണ്ടായിനി, വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല. എനിക്കങ്ങനെ തലേ ദിവസത്തെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കഴിക്കണത് ഇഷ്ടമാണ്. എന്നാൽ പിന്നെ വെറുതെ കളയും വേണ്ട, അങ്ങനെ കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ പഴംപൊരി ഉണ്ടാക്കുകയാണ് ഇനി. അപ്പോൾ ഇതാ 4 പഴം കേട്ടോ, ഇത് വലിയ പഴമാണ്. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. മറ്റേതുമ്മൽ ചെറിയൊരു പച്ചപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു പഴം 4 പീസാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ എന്താ എണ്ണ ചൂടാക്കാൻ വെച്ചിനി. പിന്നെ പഴംപൊരി ഇതാ അതേപോലെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പഴംപൊരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരി ഇല്ലേ, അതേ രൂപത്തിൽ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പഴംപൊരിക്ക് വേറൊരു ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാനലിലൊന്ന് പോയി നോക്കുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഇടുള്ളൂ. എന്തായാലും ഒന്ന് തന്നെ ഇടും. ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാനലിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക്. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിലാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പഴം എടുത്തിട്ടുള്ളൂ. ഒരു പഴം കൊണ്ട് 4 പീസാക്കിയാണ് 8 പഴംപൊരിയാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് മാവ് ബാക്കിയുണ്ട്. ഇനി കുട്ടികൾക്ക് വൈകുന്നേരമല്ലേ ഉണ്ടാവുള്ളൂ, സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് മാവും 2 പഴവും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതല്ല, ഇത് ചിലവായിട്ട് പിന്നെ പഴംപൊരി ഇനി വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പം വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ ബിസിനസ് ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു ദിവസം കമൻറ്റ് ഇട്ടീന് കേട്ടോ, ജീവിക്കാൻ പഠിച്ച പെണ്ണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ തന്നെ. അല്ലാതെ ഇപ്പം എന്താ അല്ലേ, ഇതേപോലെ ഒന്ന് കൊണ്ടുപോയി നോക്കുക, ചിലവാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കടികളും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഞാനും ഇനിയിപ്പോൾ ഹോം ഷോപ്പിൽ നിന്നൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ ഞാനും ഫ്രീ ആവും. അപ്പോൾ എനിക്കാണെങ്കിൽ വെറുതെ നിൽക്കൽ അറിയൂല. അപ്പോൾ ഇതേപോലെയുള്ള എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ചിലവാകുകയാണെങ്കിൽ നമുക്കൊരു വരുമാനം ആവൂലേ. ഫുഡ് ഉണ്ടാക്കുക പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അപ്പം അതുകൊണ്ടാണ്. അപ്പം ഞാൻ അതൊക്കെ പാത്രത്തിലാക്കി പാവുനെ പറഞ്ഞയച്ചു. പിന്നെ ഇപ്പം ഇന്ന് കറി ഉണ്ടാക്കാൻ എന്താ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് ചക്കക്കുരു കണ്ണിൽ പെട്ടത്. അപ്പം ഇന്ന് ചക്കക്കുരു മുരിങ്ങിയിട്ടാണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല കേട്ടോ, വെയിലാണ്. അപ്പോൾ മുരിങ്ങ ഒടിക്കാനൊന്നും കുഴപ്പമില്ല. മഴയാകുമ്പോൾ മുരിങ്ങ ഒടിക്കാൻ പോകാൻ തന്നെ മടിയാണ്. കാരണം അയിമ്പത്തെ ഇലമുള്ള വെള്ളമൊക്കെ മേത്ത് കൂടെ വീഴും. അപ്പം ഞാൻ ചക്കക്കുരു അവിടെ ഇരുന്നാണ്ട് തന്നെ വേഗം തൊലി അളഞ്ഞെടുത്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താ മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിക്ക് ചക്കക്കുരു കഴുകിയാണ്ട് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇതും എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയും. എന്നാലും നമ്മൾ കറി ട്രൈ ചെയ്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് റെസിപ്പി പറയട്ടോ. പിന്നെ ഇതിങ്ങനെ വോയിസ് കൊടുത്ത് പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയും വേണ്ടേ, അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പച്ചമുളക് ചുമന്ന മുളക് അയക്കണ് അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേവട്ടെ. പിന്നെ കഷ്ണമീൻ ഉണ്ടായിനും, ഇത് ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനി, രാത്രിക്കുള്ളത് മാത്രം പൊരിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചതേനി കേട്ടോ. അപ്പോൾ അത് ഐസ് ഇടാനൊക്കെ കുറേ നേരമായി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതും കഴുകി വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ഇനി അതിക്ക് മസാല തേച്ച് വെക്കുകയാണ്. നല്ല കഷ്ണമീനാണ്. അപ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഇതിലിട്ടിട്ടില്ല കേട്ടോ. ഇത് എല്ലാം ഉണ്ട് ഇതിൽ. ചെറിയ ഉള്ളിയും അതേപോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും നാരങ്ങനീരും അതൊക്കെ കൂടെ ജാറിലിട്ടുകൊണ്ട് അങ്ങനെ അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ആവുമ്പം നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് അത്യാവശ്യം മസാല ഉണ്ടാവും ചെയ്യും മീനുമ്മൽ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് മീൻ കഴിക്കാനും. അപ്പോൾ മസാല തേച്ച് വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ മീനിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും. അപ്പോൾ നമുക്ക് എന്തായാലും കറി ഉണ്ടാക്കണമല്ലോ.
കറി ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴത്തേന് മസാലയൊക്കെ പിടിച്ചോളും. അപ്പോൾ ഞാനിനിയിപ്പോൾ മുരിങ്ങ ഒടിക്കാൻ പോയതാട്ടോ. അപ്പോൾ ചെറിയൊരു കൊമ്പ് ഇങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. മുരിങ്ങ കൊമ്പൊക്കെ നീണ്ട് പോയിട്ട് ഞാൻ വെട്ടിയതേനും. അപ്പോൾ ഇങ്ങനെ വെട്ടിയാൽ എന്താ പറയുക, നമുക്ക് എളുപ്പം പോയിട്ട് ഒടിച്ചു കൊണ്ടുവരാം, തോട്ടി ഇതൊന്നും വേണ്ടേനും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം കൊണ്ടുവന്ന് പിന്നെ ഞാൻ ഊരി അവിടെ ഇരുന്നാണ്ട് തന്നെ വേഗം ഊരി ഒക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ചക്കക്കുരു നോക്കിയപ്പോൾ അതാ വെന്തിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് തിളച്ചാൽ മതി, നല്ലോണം വേവും വേണ്ട. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ മുരിങ്ങ കഴിക്കും, കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മുരിങ്ങക്കായ്ക്ക് ഇട്ട് കൊടുത്തു. ഇന്ന് നമ്മളവിടെ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളവിടെ എന്താ അവസ്ഥ പറയുന്നുണ്ട്. 2 ദിവസം അയക്കണം ഇതേപോലെ വെയിൽ കണ്ടിട്ട്. അപ്പോൾ കുറേ തുണികളുണ്ട്, പിന്നെ അലക്കിയതൊക്കെ ഒന്ന് ചൂട് തട്ടിച്ചാനൊക്കെ. ചൂട് തട്ടിയിട്ടില്ലെങ്കിൽ ഒരു സ്മെല്ലാണല്ലോ. അപ്പം അതിനൊക്കെ നിൽക്കണത് കഴിഞ്ഞിട്ട് വേണം അതിനൊക്കെ നിൽക്കാൻ. അപ്പോൾ ഇതാ നമ്മളെ മുരിങ്ങയൊക്കെ ഒന്ന് തിളച്ചപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും. നല്ല ജീരകം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചിലർ നല്ല ജീരകം ഇടും, ഞാൻ ഇട്ടിട്ടില്ല. നല്ല ജീരകം ഈ കറിക്ക് ഇട്ട് അവിടെ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ജീരകം ഇട്ടിട്ടില്ല. അങ്ങനെ അരപ്പ് ഇതിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. നല്ലോണം ഇങ്ങനെ വെട്ടി തിളക്കാൻ അയക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ പച്ചത്തേങ്ങയല്ലേ നമ്മളിപ്പോൾ അരച്ചത്, അപ്പോൾ അരച്ചത് ഒഴിച്ചു കൊടുത്തത്, അപ്പോൾ പിരിയും. അപ്പോൾ കറി ഒരു ലുക്ക് ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്താണ്ട് ആ തേങ്ങ ഒന്ന് കുക്കായപ്പോൾ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ച് ഇനി അത് വറവിട്ടെടുത്താൽ മതി. അപ്പോൾ ഈ അടുപ്പിൽ തന്നെ നമുക്ക് മീനും പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ മീൻ പൊരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്, വേറൊരു ടേസ്റ്റ് ആട്ടോ ഇരുമ്പ് ചട്ടിയിൽ മീൻ പൊരിക്കണത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരിക്കണോ? പിന്നെ ഇരുമ്പ് ചട്ടി കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇതിപ്പോൾ എനിക്ക് ഞാൻ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് എന്തായാലും ഒരു 2-2.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് ഫസ്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ ചട്ടിയാണിത്. അപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ടാവും. ഇത് ഇപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, എണ്ണയൊക്കെ പിടിച്ച് നല്ല ഉഷാറായി വന്നിക്കാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇരുമ്പ് ചട്ടി ഉപയോഗിച്ചാവുമ്പം അത് നമ്മളോട് മയങ്ങി വരും. നമ്മളോടല്ല, ചട്ടി മയങ്ങി വരും കേട്ടോ. നമ്മൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പെറ്റ്സിനെ വളർത്തുമ്പോൾ മയങ്ങി വരും പറയുന്ന പോലെ ഉണ്ടല്ലേ. ഇണങ്ങി വരും എന്നല്ലേ പറയാം, മയങ്ങി വരും എന്നല്ല. ഇത് ഞാൻ ഉദ്ദേശിച്ചതാണ് കേട്ടോ. നമ്മളെ ഉപയോഗമൊക്കെ കുറേ ഉപയോഗിച്ചാവുമ്പം എണ്ണയൊക്കെ കിനിഞ്ഞ് വരും. അങ്ങനെ തുരുമ്പൊന്നും പിടിക്കൂല. നല്ല എന്താ പറയുക, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചട്ടിയായി മാറും. അതാണ് ചുരുക്കി പറഞ്ഞാൽ കേട്ടോ. പിന്നെ മീനൊക്കെ എളുപ്പം പൊരിച്ചെടുക്കും ചെയ്യാം. മീൻ മാത്രമല്ല, ചിക്കനൊക്കെ പൊരിച്ചെടുക്കട്ടെ അതിൽ. അങ്ങനെ മീനൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ. അപ്പം അത് അടുപ്പത്തുണ്ട്. പിന്നെ നമ്മളെ മുരിങ്ങക്കറി ഞാൻ വന്ന് തൂമിച്ചെടുത്തിട്ടോ. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ല, വറ്റൽ മുളക് ഇട്ടുകൊണ്ട് അങ്ങനെ മൂപ്പിച്ച് കറിക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതും അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയായി. ഇനി ഇതാ മീൻ പൊരിച്ചതും കൂടെ ആയാൽ ഇന്നത്തെ ചോറും കൂട്ടാനും ആയി. പിന്നെ ഇന്ന് വെയിലിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചുള്ളി വറകൊക്കെ ഉണ്ട് വെയിലത്ത് ഇട്ട് ഉണക്കി എടുത്തേക്കാനൊക്കെ കേട്ടോ. അതേപോലെ ചകിരി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നിൽക്കണം ഇനി. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒന്നും വീഡിയോയിൽ കാണിക്കണത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്നോട് ചില കൂട്ടുകാർ പറഞ്ഞു നിങ്ങൾ ക്ലീനിങ് ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തോണ്ടിന്നൊക്കെ. അപ്പോൾ ഞാൻ നോക്കട്ടെ ഇൻഷാല്ലാ. ഇനി അടുത്ത വീഡിയോയിലൊക്കെ അങ്ങനെ കാട്ടുന്നുണ്ട്. വെറും കുക്കിംഗ് തന്നെ ആവുമ്പോഴും പിന്നെ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പ് വരും. എന്നും തന്നെയല്ലേ അല്ലേ. അപ്പോൾ മീൻ വറുത്തതൊക്കെ ആയിട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഒക്കെ കൂടെ ഇപ്പോൾ വേണ്ടല്ലോ, കുട്ടികളൊന്നും ഇല്ലേനും. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ ഇപ്പോൾ പൊരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ കറിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. അപ്പോൾ നമുക്ക് കറിയൊക്കെ വേറെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കിംഗ് വിറകടുപ്പിലാണെങ്കിലും കറിയുള്ളതൊന്നും പിന്നെ കഴുകാണ്ടാവില്ല കേട്ടോ. ഒക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വേറെ പാത്രത്തേക്കൊക്കെ ആക്കിയിട്ടൊക്കെ ഒഴിച്ച് വെച്ച് അപ്പം തന്നെ കഴുകി വെക്കും. അപ്പോൾ നമ്മൾ മീൻ വറുത്തതും ആയിട്ടോ. അങ്ങനെ അതും ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം മീനൊക്കെ പൊരിച്ച ആ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അതൊന്നും വെള്ളത്തോട് കൂടിയിട്ട് അങ്ങനെ കമിഴ്ത്തി വെക്കൊന്നും ചെയ്തിട്ട്. അങ്ങനെ ആയാലും പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൽ തുരുമ്പുണ്ടാവും. അപ്പോൾ അത് കഴുകിയിട്ട് ഞാൻ ആ ചൂടുള്ള അടുപ്പത്ത് അങ്ങനെ വെക്കലാണ്. എന്നാൽ പിന്നെ അതിലത്തെ വെള്ളം വറ്റും. പിന്നെ നല്ലോണം ഉണങ്ങിയിട്ട് ഡ്രൈ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ വെക്കുന്ന സ്ഥലത്തേക്ക് വെച്ചാൽ മതി. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞിട്ടോ. ഇന്നിപ്പം അടുക്കള പൂട്ടാനായി. ഇനിയിപ്പോഴൊന്നും ഞാൻ അടുക്കളയ്ക്ക് വരില്ല. അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാബുവിന് ചോറ് വയ്ക്കാനൊക്കെ വരുന്ന ആ ഒരു സമയത്തേ വരുള്ളൂ കേട്ടോ. ഇതാ പാത്രം കഴുകലും എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്, തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മേലെയൊക്കെ കുട്ടികൾ തുടച്ചിരുന്നു. ഇവിടെ താഴെ ഭാഗം ഞാനും തുടച്ചെടുത്തു. അപ്പോൾ ഇനി പുറത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്.